Hello, I am Dr. Kabir, consultant pediatrician, KMC Hospital, Kuttiyadi, Mother Healthcare and Aspire Medical Center, Nigeria. അനീമിയ മുക്ത് ഭാരത്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളിത് സംസാരിക്കാൻ പോകുന്ന വിഷയം അനീമിയ അഥവാ രക്തക്കുറവ്. എന്താണ് രക്തക്കുറവ്? നമ്മുടെ രക്തത്തിലെ അരുണ രക്താണു അഥവാ റെഡ് ബ്ലഡ് സെൽസ് ഇതിന്റെ അളവ് നിശ്ചയിച്ചതിലും താഴെ കാണുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ രക്തക്കുറവ്. 2019-2021 കാലഘട്ടത്തിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം 60 മുതൽ 70% വരെ കുട്ടികൾക്ക് അനീമിയ ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് അമിതമായ ക്ഷീണം, ഇടക്കിടക്ക് വന്നു പോകുന്ന അസുഖങ്ങൾ, ഇന്നെഡിബിൾ സബ്സ്റ്റൻസസ് അഥവാ യാതൊരു ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ലാത്ത സാധനങ്ങൾ ആഹാരമാക്കുക, മണ്ണ് വാരി കഴിക്കുക, കല്ല് കഴിക്കുക, ചുമരിലെ പെയിന്റ് ഒക്കെ പറിച്ച് കഴിക്കുക, ഇടക്കിടക്ക് പനിയോടുകൂടിയുള്ള അപസ്മാരം വരിക, ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് അഥവാ കുട്ടികൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ കരയുമ്പോൾ പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകുക, അമിതമായ ഹാർട്ട് ഇടിപ്പ് അതായത് നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് കേൾക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്തക്കുറവിനെ കുറിച്ച് ആലോചിക്കും. ഇനി നമുക്ക് രക്തക്കുറവിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കാം. നേരത്തെ പറഞ്ഞ റെഡ് ബ്ലഡ് സെൽസ് അഥവാ അരുണ രക്താണു, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓക്സിജനെ ശരീരത്തിന്റെ പല ഭാഗത്തുള്ള കോശങ്ങൾക്ക് നൽകുകയും അവിടുന്ന് തിരിച്ചു കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ശ്വാസകോശത്തിൽ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന പണി ചെയ്യുന്ന ആള്. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ ഇരുമ്പിന്റെ അംശം അഥവാ അയൺ വളരെ അത്യാവശ്യമാണ്. ഈ ഇരുമ്പ് ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കാത്തിടത്തോളം കാലം പ്രധാനപ്പെട്ട ഒരു സോഴ്സ് നമ്മുടെ ആഹാരം തന്നെയാണ്. അതുപോലെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയും രക്തക്കുറവുണ്ടാക്കിയേക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അടുത്ത ഒരു കാരണമാണ് ബ്ലഡ് ലോസ് അഥവാ ശരീരത്തിൽ നിന്നും ഏതെങ്കിലും വിധേന രക്തം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. മെൻസ്ട്രേറ്റിംഗ് വിമൻസ് ആൻഡ് ഗേൾസ് അവരിലും രക്തക്കുറവ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വേം ഇൻഫെസ്റ്റേഷൻ അഥവാ വിരശല്യം. കൊക്കപ്പുഴ പോലുള്ള വിരകൾ കുടൽഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും രക്തത്തെ ആഹാരമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിലൂടെ രക്തക്കുറവ് ഉണ്ടായേക്കാം. അശാസ്ത്രീയമായ ഭക്ഷണ രീതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തോടൊപ്പം പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കൊടുക്കുക. പാലിൽ അടങ്ങിയിരിക്കുന്ന ചില കെമിക്കൽസ് ഇരുമ്പ് സത്തിന്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തും. ജനിതകപരമായ കാരണങ്ങളാൽ രക്തക്കുറവ് ഉണ്ടായേക്കാം. രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളാൽ രക്തക്കുറവ് ഉണ്ടായേക്കാം. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാരണമാണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ. ക്രോണിക് കിഡ്നി ഡിസീസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് രക്തക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇരുമ്പ് സത്തടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. കടും പച്ചനിറത്തിലുള്ള ഇലക്കറികൾ, മത്സ്യം, മാംസം, ഈത്തപ്പഴം, ശർക്കര തുടങ്ങിയ ഭക്ഷണങ്ങളിൽ ഇരുമ്പിന്റെ അംശം കൂടുതലായി കാണപ്പെടുന്നു. ഇവ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ അനീമിയ മുക്ത് ഭാരത് രക്തക്കുറവിനെ നിർമ്മാർജ്ജനം ചെയ്യാനും അതിനെ പ്രതിരോധിക്കാനും വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് അനീമിയ മുക്ത് ഭാരത്. ഇതാദ്യം അറിയപ്പെട്ടിരുന്നത് ഇന്റൻസിഫൈഡ് നാഷണൽ അയൺ പ്ലസ് ഇനിഷ്യേറ്റീവ്സ് എന്നാണ്. ആരൊക്കെയാണ് ഈ പ്രോഗ്രാം ബെനിഫിഷ്യറീസ്? 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ, 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും, ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും. ഇവർക്കുള്ള അയൺ സപ്ലിമെന്റേഷൻ അടുത്തുള്ള ആശാ വർക്കറുമായോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുമായോ ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ഡീവർമിങ്ങിനായി ആൽബൻഡസോൾ 400 mg ഗുളിക 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പകുതി നൽകുകയും 2 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് പൂർണ്ണമായി നൽകുകയും ചെയ്യുക. ഓരോ 6 മാസം കൂടുന്തോറും ഇവ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ രക്തക്കുറവിനെ നിസ്സാരമായി കാണാതെ ഒരു രോഗാവസ്ഥയായി കണ്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്.